അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ ഈ ഒരുമിച്ച് കൂടൽ, ഈ ഒരു മജ്ലിസ് റബ്ബ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ, അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, ദുആ വസിയത്തുകൾ അതെടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു ഭൂരിപക്ഷവും വരുന്നത് ഉസ്താദെ രോഗങ്ങളാണ്. മകനിക്ക് രോഗം, മോൾക്ക് രോഗം, അല്ലെങ്കിൽ ഉമ്മാക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, വാപ്പാക്ക്, അങ്ങനെ പലർക്കും പല അസുഖങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിൽ ഹോസ്പിറ്റലുകൾ കൂടി വരികയാണ്, അല്ലേ? ഹോസ്പിറ്റലുകൾ പൂട്ടിപ്പോകുന്നില്ല, എല്ലാം കൂടി വരികയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും മരുന്നുകൾ നമുക്ക് കൂടുതലായി നമ്മൾ കഴിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആളുകളാണ് രോഗികളായിട്ടുള്ളത്. കേൾവിയില്ലാത്ത പല അസുഖങ്ങളാണ്, അല്ലേ? മരുന്നില്ലാത്ത അസുഖം. നിങ്ങൾ കൊണ്ടുപോയിക്കോ, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, നിങ്ങൾ ദൈവത്തോട് പറയും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ വരെ കൈയൊഴിയുന്ന അവസ്ഥ, അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും എന്താണ് രോഗമെന്ന് ഡോക്ടർമാർക്ക് തിരിയാത്തൊരവസ്ഥ. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെവിയിലൂടെ, മൂക്കിലൂടെ, വായിലൂടെയൊക്കെ ബ്ലഡ് ഇങ്ങോട്ട് വരുന്നു. പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് ആന്തരിക അവയവങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവർ പല അസുഖമാണെന്ന് പറഞ്ഞ് ഐസിയുയിൽ കയറ്റും, പിന്നെ വെന്റിലേറ്ററിൽ കയറ്റും, പിന്നെ ഐസിയുലാക്കും. എന്നാൽ ഡോക്ടർമാർക്ക് തന്നെ ഒരു പിടുത്തമില്ല ഇതെന്താണ് അസുഖമെന്ന്. അപ്പോൾ ഇങ്ങനെ പലർക്കും പല അസുഖങ്ങളാണ്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദെ നമ്മുടെ സമുദായത്തിൽ ഒരുപാട് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ചെറിയ പെൺകുട്ടികൾക്ക് വരെ, അതായത് പ്രായമായി കഴിഞ്ഞാൽ, മെൻസസ് ആയി, ഫസ്റ്റ് 15 വയസ്സ് 16 വയസ്സ് ആദ്യത്തെ ഹൈലായി കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഗർഭാശയത്തിൽ, അവരുടെ വയറ്റിൽ ചെറിയ മുഴകൾ ഉണ്ടാകുന്നു. എന്താണ് കാരണം? അതായത് 10, 40, 50 വയസ്സിൽ ഉണ്ടാവേണ്ട രോഗങ്ങൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ, ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒന്നാമത്തേത് നമ്മുടെ ക്രമം തെറ്റിയ, നമ്മുടെ അൺഹെൽത്തിയായ, ആരോഗ്യം ഇല്ലാത്ത ഭക്ഷണക്രമമാണ്. ഒന്നാമത്തേത് ഭക്ഷണം കഴിക്കുന്ന ടൈം തന്നെ വ്യത്യസ്തമാണ്. പലരും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? രാത്രിയിൽ 12 മണിക്കൊക്കെ നല്ല ഫുഡ് അടിച്ച് കയറ്റിയിട്ട് കിടന്നുറങ്ങുന്നു. എന്നിട്ടോ രാവിലെ ആകുമ്പോൾ വിശപ്പില്ല, കുറച്ചുകൂടി കഴിയട്ടെ, 11 മണി 12 മണിക്കാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ അൺഹെൽത്തിയായ, തലേന്ന് ചൂടാക്കുന്ന അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള മയോണസ് എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, അതൊക്കെ കൂട്ടിയായിരിക്കും ചിലപ്പോൾ കഴിക്കുക. പിന്നെ പൊറോട്ട ഒരുപാട് കഴിക്കുന്നു, മൈദയല്ലേ? ഞാനൊക്കെ പൊറോട്ട കഴിക്കുന്നവരാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണ്ടേ? ആ ഡോക്ടർ പറഞ്ഞതാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമം തെറ്റാൻ. അതൊന്ന്. രണ്ടാമത്തേത് ഭക്ഷണം തന്നെ തെറ്റാൻ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് വേവിക്കാത്ത ഭക്ഷണം എന്ന് പറയാം. ഇപ്പോൾ ഈ അൽഫാം, അതുപോലെ തന്നെ മറ്റേ ഈ ഷവർമ എന്നൊക്കെ പറയില്ലേ, ഞാനൊക്കെ കഴിക്കൂട്ടോ. ഈ പറയുന്നൊക്കെ ഞാൻ നല്ല സത്യവാൻ, നിങ്ങളൊക്കെ മോശപ്പെട്ട, അങ്ങനെയൊന്നുമല്ല, നമ്മളൊക്കെ കഴിക്കുന്നതാണ്. അതായത് അൽഫാം, ഷവർമയൊക്കെ ഒരു പക്ഷേ 1/4 വേവേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പകുതി വേവേ ഉണ്ടാവുള്ളൂ. ഈ അടുത്തൊരു സഹോദരൻ, അദ്ദേഹം ഒരു അൽഫാം വാങ്ങിച്ചു, എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റേ ഈ ഇറച്ചി ഇങ്ങനെ പിച്ചുമ്പോൾ ആ പച്ച ഇറച്ചി ഇങ്ങനെ പിച്ചുന്നത് പോലെ, മാത്രമല്ല അതിൻ്റെ ഇടയിൽ നിന്ന് ബ്ലഡ് വരുന്നു. അതായത് നല്ലപോലെ കോഴി കഴുകിയിട്ട് പോലുമില്ല, പിന്നെ തൂവൽ കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള മോശപ്പെട്ട ഭക്ഷണം, ഇപ്പോൾ അറേബ്യൻ ഫുഡ്, അല്ലേ? കുഴിമന്തി, ഷവർമ, അൽഫാം, ഷവായി, ഇതൊക്കെ ആരാ കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആരാ കഴിക്കുന്നത്? ഈ പറയുന്ന അർഷദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മുസ്ലിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. മുസ്ലിങ്ങൾക്കല്ലേ അങ്ങനത്തെ കടകളുള്ളത് എന്ന് വെച്ച് ഞാനത് പൂട്ടിക്കാനൊന്നും പോകുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്നത് അങ്ങനെ കടകൾ നടത്തിക്കോ, ഒരു കുഴപ്പമില്ല, ഹലാലായ ഭക്ഷണമാണ്, കൊടുക്കാം. പക്ഷേ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം നമ്മുടെ മക്കളൊക്കെ മയോണസ് എന്നൊക്കെ പറഞ്ഞാൽ കമന്നങ്ങോട്ടടിക്കും, അല്ലേ? ചെറിയൊരു പൊറോട്ടയുടെ കഷ്ണം അല്ലെങ്കിൽ കുബൂസിൻ്റെ കഷ്ണം എടുത്തിട്ട് ആ മയോണസിനെ അങ്ങോട്ട് ഇങ്ങനെ റാഹത്താക്കി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കലാണ്. ഇത് ദിക്റിൻ്റെ മജ്ലിസിൻ്റെ തുടക്കമാണ്. ഞാനിത് ഇവിടെയല്ല പറയേണ്ടത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ സമയത്ത് എൻ്റെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഇത് കൃത്യമായി കേൾക്കുന്നത് കൊണ്ട് നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്ക് പോലും വയറിലെ ഗർഭാശയത്തിൽ മുഴകൾ ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ഭക്ഷണക്രമം തെറ്റാണ്. രണ്ടാമത്തേത് കഴിക്കുന്ന ഭക്ഷണം തെറ്റാണ്. മൂന്നാമത്തേത് അധ്വാനമില്ലാത്തതാണ്. അധ്വാനമില്ല. ഇന്ന് എല്ലാത്തിനും, എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് സംവിധാനങ്ങളൊക്കെ കൂടെ, മിക്സി വന്നു, ഗ്രൈൻഡർ, അതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അല്ലേ? വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയാം, ഇന്ന് തുണിയൊന്നും ഇട്ട് കൊടുത്താൽ മതി,
അതിനും ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ തുണി എടുക്കണ്ട, നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രം തന്നെ ചിലപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ വരും. അതായത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. അതിങ്ങനെ എടുത്തിട്ടൊന്ന് ഇടേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വാഷിംഗ് മെഷീൻ നോക്കിക്കോളും. അത് വേണ്ട വെള്ളം നിറക്കും, അത് വേണ്ട സോപ്പ് പൊടി നിറക്കും, അത് വേണ്ട വിധത്തിൽ കഴുകി ശുദ്ധിയാക്കി ഉണക്കി അത് തരും. ഇനിയിപ്പോൾ തേച്ചും കൂടെ കിട്ടിയാൽ വളരെ റാഹറ്റാണ്. അതായത് തുണി വിരിക്കാൻ മേളിലേക്ക് പോകണ്ട, തുണി എടുക്കണ്ട, തുണി വിരിക്കാൻ വേണ്ടത് പിഴിയണ്ട, എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇങ്ങനെ എല്ലാം നടത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തേത്, എല്ലാ വീട്ടിലും AC ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന എൻ്റെ റൂം ഇവിടെയും AC ഉണ്ട്. അതുപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ AC ഉണ്ട്. നമുക്ക് വേർപ്പ് കുറവാണ് അല്ലേ? വേർത്താൽ ഫാനിട് വേർപ്പ്, കാറിൽ കയറി AC, എല്ലായിടത്തും AC. ഈ ശരീരത്തിലുള്ള വേർപ്പ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുക. അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. പണ്ടൊക്കെ അല്ലേ വല്ലുമ്മമാരും വല്ലുപ്പമാരും അവരുടെ ശരീരത്തിൽ എപ്പോഴും വേർപ്പായിരുന്നു. അതുകൊണ്ട് എന്താ അസുഖങ്ങൾ കുറവായിരുന്നു, രോഗങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴോ നമുക്ക് ആർക്കും വെയിൽ കൊള്ളാൻ പറ്റൂല. വെയിൽ കൊണ്ട് അന്നോ കറുത്തു പോകും അല്ലേ? വെയിൽ കൊണ്ട് അപ്പം കറുക്കും. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. എന്നാൽ മനസ്സിലാക്കണം, എന്നോട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞത്, ഉസ്താദെ വെയിൽ കൊള്ളാൻ ഇന്ന് ആളുകൾക്ക് മടിയാൻ, അതുകൊണ്ട് തന്നെ രോഗത്തിന് വരാൻ ഒരു മടിയുമില്ല. ഈ വെയിൽ സൂര്യപ്രകാശം നട്ടുച്ചക്ക് പോയി നിൽക്കണമെന്നല്ല പറഞ്ഞത്. ഈ രാവിലത്തെ വെയിൽ, വൈകുന്നേരത്തെ വെയിൽ, അതെന്തായാലും കൊള്ളാം. നമ്മുടെ മക്കളെ കൊള്ളിക്കണം. മക്കളെ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ എഴുക്കടാ, വാടാ, പഠിക്കടാ, അങ്ങനെയല്ല. മറിച്ച് അവരെ ഒന്ന് കളിക്കാൻ പുറത്തേക്കൊന്ന്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അവരൊന്ന് ഓടിക്കളിക്കട്ടെ, ആ വെയിലൊന്ന് കൊള്ളട്ടെ. വിറ്റാമിൻ D ഉണ്ടെന്നാണ്. ആ വെയിലിൽ വിറ്റാമിൻ D അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ത്വക്കിൽ അത് ഏൽക്കണം. ഏറ്റാൽ ഒരുപാട് അസുഖങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു ശിഫായാണത്. ഇന്നതിൽ ആണുങ്ങൾക്കും ഇല്ല, പെണ്ണുങ്ങൾക്കും ഇല്ല, വലിയ ആളുകൾക്കും ചെറിയ ആർക്കും ആ ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണിലാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫോണിലാണ്, എല്ലാവരും റീൽസിലാണ്. അതുകൊണ്ട് തന്നെ നടത്തമില്ല, ഓട്ടമില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് ആരോഗ്യം ക്ഷയിക്കുന്നു, രോഗങ്ങൾ കൂടുന്നു. പണ്ടത്തെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ദൈനംദിന ജോലി അത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ആരോഗ്യം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്രയും ജോലി ചെയ്യുന്നില്ല, ചെയ്യുന്ന ആളുകളും ഉണ്ടാകും. പക്ഷെ എന്നാലും ആരോഗ്യത്തിന് വളരെ അധികം ഇടിവ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫുഡിൻ്റെയാണ്, അതുപോലെ കാലാവസ്ഥയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ മാനസികമായ സമ്മർദ്ദങ്ങൾ അല്ലെ, ഒരുപാട് വിഷമങ്ങളും ടെൻഷനൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, നമ്മളും നമ്മുടെ മക്കളും ഒരു ദിവസം ഒരു അരമണിക്കൂർ കുറഞ്ഞത് എങ്കിലും ഒന്ന് വെയിൽ കൊള്ളാൻ, അതായത് ഞാൻ പറയട്ടെ, വെയിലത്ത് പോയി വെറുതെ നിൽക്കുക അത് വേണ്ട. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വെയിൽ കൊള്ളൂലേ, അങ്ങനെ ആയാലും മതി. അപ്പോൾ പുറത്തിറങ്ങി ഒന്ന് ജോലി ചെയ്യുക. അങ്ങനെ വെയിൽ കൊള്ളുകയും നമ്മുടെ ശരീരം വേർക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ രോഗങ്ങൾ കുറയും. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉസ്താദെ രോഗമാണ് ദ്വാരക്കണേ എന്നുള്ള ആ ദുആവസിയത്തും കുറയും. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദെ ഞങ്ങളൊക്കെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എൻ്റെ അസുഖം മാറുന്നില്ലല്ലോ, എനിക്ക് ഒരുപാട് അസുഖമാണല്ലോ എന്ന് ചില ആൾക്കാർ ചോദിച്ചേക്കാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഭൂരിഭാഗത്തിൻ്റെതാണ്. ഭൂരിഭാഗം നമ്മൾ വെച്ച് നോക്കിയാൽ ഈ ജോലിയൊന്നും ചെയ്യാൻ മടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാത്തതിൻ്റെ ഒക്കെയായിട്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കണം. നമുക്ക് എങ്ങനെ ദ്വാരക്കണം നമ്മുടെ രോഗങ്ങൾ മാറാൻ? ഒന്ന് ദ്വാ ചെയ്തേ. നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കുന്നു. നമ്മുടെ രോഗങ്ങൾ മാറാൻ ഏറ്റവും നല്ല ദുആ അല്ലാഹുവിലേക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്. പറഞ്ഞോ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ യാ ഷാഫിയൽ അംറാൽ. اللهم اشف امراضنا يا شافي الامراض. اللهم اشف امراضنا يا شافي الامراض. اللهم اشف امراضنا يا شافي الامراض. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് ശഅബാൻ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ ചെയ്തു പോകുന്ന അബദ്ധങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശഅബാൻ മാസത്തിൽ കൂടുതലായി പറയേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
إنه هو الغفور الرحيم أستغفر الله العظيم 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 إنه هو الغفور الرحيم. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ ഒരുപാടുണ്ടല്ലേ. ഓരോ ദിവസവും ഓരോ നിമിഷമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മളിൽ പറ്റിപ്പോയവരാണ്. അപ്പോൾ ഈ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാർ പറയണം, തൗബ പറയണം, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരുപാട് നമ്മുടെ മുൻഗാമികളൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ വചനം, അതൊരു തൗബയുടെ വചനമാണ്, അതൊരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. അല്ലാഹുവേ പടച്ചവനെ, യാ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വഅഫു അന്നാ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, വംഹുല്ലദീ കാന മിന്നാ ഞങ്ങളിൽ നിന്ന് വന്നുപോയത് നീ മായ്ച്ചു കളയണേ അല്ലാ, തെറ്റുകളൊന്നും കാണാത്ത രൂപത്തിൽ മായ്ച്ചു കളയണേ അല്ലാ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞു. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. يا ربنا واعف عنا وامحو الذي كان منا. 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 يا ربنا
വഅഫു അന്നാ വംഹു الذي كان منا يا ربنا واعف عنا وامحو 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 الذي كان منا. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത്. ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 വട്ടം ആവർത്തിച്ച് ഓതുകയും ബറാഅത്ത് രാവിൻ്റെ അന്ന് അത് 30 വട്ടമാക്കി 15 വട്ടം എന്നുള്ളത് 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയും സൂറത്ത് ദുഖാൻ പൂർണ്ണമായി ഓതി തീർത്തിട്ട് ദുആ ചെയ്താൽ എന്ത് കാര്യത്തിനാണോ അവൻ ദുആ ചെയ്യുന്നത് ആ കാര്യം അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാനും ദുനിയാവിൻ്റെ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം കിട്ടാനും ഒക്കെ ഈ സൂറത്ത് ദുഖാൻ തന്നെ കാരണമാണ്. പ്രത്യേകിച്ച് അധികം സമയമൊന്നും വേണ്ടല്ലോ, വളരെ നിസ്സാരമായ സമയം മതി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് സൂറത്ത് ദുഖാൻ ഒരു 2 പ്രാവശ്യം, നമ്മളൊരു 15 വട്ടം ഓതുന്നില്ല, 2 പ്രാവശ്യം നമുക്ക് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 13 വട്ടം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ഓതി തീർക്കുക. അല്ലാഹു തആല ഈ സൂറത്ത് ദുഖാനിന് എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് ഓതിക്കോ. ഇനി ഇത് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവര് ഇത് ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പരിശുദ്ധമായ സൂറത്ത് ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു പ്രാവശ്യം നമ്മൾ ഓതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം കൂടി ആവർത്തിച്ച് ഓതാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് 13 പ്രാവശ്യം വീണ്ടും പറ്റുന്ന സമയത്ത് ഓതി തീർക്കുക. ഒരുപാട് നേട്ടങ്ങളാണ് ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് അല്ലാഹു തആല തരുന്നത്. അല്ലാഹു തആല നമ്മൾ ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا
مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. പ്രിയമുള്ളവരെ, അടുത്ത ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. നമ്മുടെ ചാനലിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതായത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അത് വജ്ജഹുത്തു, ഫാത്തിഹ, പിന്നെ റുക്കൂഅ്, സുജൂദ്, ആ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലൊക്കെ പറയുന്ന തസ്ബീഹുകൾ, ദിക്റുകൾ, ശേഷമുള്ള തഹിയ്യാത്ത്, അതുപോലെ സ്വലാത്ത്, ദുആ, സലാം വീട്ടുന്നത് എല്ലാം നമ്മൾ കൃത്യമായി വ്യക്തമായി പ്രാക്ടിക്കലായി കാണിച്ചു തന്ന് ഓരോ അവസരത്തിലും പറയുന്ന ദിക്റുകൾ അതേതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരു നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ അത് ഇറക്കിയിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് ആളുകൾ അത് സന്തോഷം അറിയിച്ചു. ഉസ്താദെ, ഇങ്ങനെ പ്രാക്ടിക്കലായി കാണിച്ചു തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ മാറി എന്ന് ഒരുപാട് പോസിറ്റീവായ കമൻറ്റുകളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടിരിക്കണം. നിങ്ങൾ കാണുക മാത്രമല്ല, നിങ്ങളുടെ കുടുംബാദികൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകരുത്. കാരണം നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോവില്ലേ. അപ്പോൾ നിസ്കാരം ശരിയാവണം. അതിന് ആ വീഡിയോ കണ്ടാൽ ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. ഏത് നിസ്കരിക്കാൻ അറിയാത്ത കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വിട്ടുപോകരുതേ. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കണ്ടേ? അതല്ലേ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ. മരണപ്പെട്ട ഉമ്മയുണ്ട്, ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ട്, മരണപ്പെട്ട വാപ്പ, ജീവിച്ചിരിക്കുന്ന വാപ്പ, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ദുആയാൻ. പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ 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 റബ്ബിർഹംഹുമാ
ارحمهما كما ربياني صغيرا رب 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 ارحمهما كما ربياني صغيرا. അടുത്ത ദിക്ർ ഏതാണ്? നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ വീടിനെയും നമ്മളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വരുന്ന ശർറ് ബലാ മുസീബത്തുകളെ തടയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത, സ്വഹാബിമാരെ ഏറ്റെടുത്ത പുണ്യമായ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി من شر ما خلق أعوذ بكلمات الله التامات 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 من شر ما خلق. നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. ഇനിയോ മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് അള്ളാഹിനോട് ദ്വാരക്കണം. ദ്വാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേര്, ആ ഇസ്മും കൂടി ചേർത്തിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ആ ഒരു ദ്വാ പറഞ്ഞാൽ റബ്ബ് വേഗത്തിൽ ഖബൂൽ ചെയ്യും. നമുക്കൊന്നിച്ച് പറഞ്ഞാലോ? يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا ذا الجلال والإكرام
والإكرام أمتنا على دين الإسلام يا ذا الجلال 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 والإكرام أمتنا على دين الإسلام الحمد لله നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെയും 1000-ലും 2000-ലും അധികം കമൻറ്റുകളാണ്, ദുആ വസിയത്താണ് പറയാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെയും പേരെടുത്ത് നമ്മൾ തൽക്കാലം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മണിക്കൂറുകളോളം നമുക്ക് പറയേണ്ടി വരും. നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ രക്കുന്നു. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെയും നമ്മുടെ ദുആയിനെയും നമ്മുടെ ഒരുമിച്ച് കൂടൽ എല്ലാം അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما لا إله إلا أنت سبحانك إني كنت من الظالمين أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയ സ്വലാത്തുകൾ പറഞ്ഞ തസ്ബീഹുകൾ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മജ്ലിസാണ് നീ ഖബൂൽ ചെയ്യണേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണമായി ഞങ്ങളുടെ ദുആഇനെ നീ മടക്കി കളയല്ലേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ സഹോദരിമാര് സഹോദരങ്ങള് ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവര് കുടുംബക്കാര് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ മർഹമത്ത് കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ് ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകൾ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് തരണേ മർഹമത്ത് തരണേ അല്ലാഹുവേ ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവേ പാപരഹിതമായി നിനക്കും നിന്റെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നസീബാക്കണേ പടച്ചവനെ ഈ സദസ്സിൽ ആരെല്ലാം ആമീൻ പറയുന്നുണ്ടോ എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് കൊച്ചുമക്കളുണ്ട് വൃദ്ധന്മാരുണ്ട് അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസികളിൽ നീ ഉൾപ്പെടുത്തണേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ വീഡിയോകൾക്ക് താഴെയും റബ്ബേ ദുആ വസിയത്ത് പറയുന്നുണ്ട് ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് അല്ലാഹുവേ ദുആ വസിയത്തുകളാണ് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ അറിയുന്നവനാണ് വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ പ്രയാസങ്ങൾ മാറ്റണേ സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളായ മുഅ്മിനീങ്ങളുണ്ട് എല്ലാവർക്കും നീ രോഗശാന്തി കൊടുക്കണേ രോഗശമനം തരണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ കരളിന്റെ പ്രശ്നം പോലെ യൂറിക് ആസിഡ് പോലെ അല്ലാഹുവേ കൊളസ്ട്രോൾ വന്ന് ഷുഗർ വന്ന് അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്ന് റഹ്മാനെ നരമ്പിന്റെ രോഗങ്ങൾ വന്ന് ന്യൂറോ പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ് അല്ലാഹുവേ കേട്ടുകേൾവിയില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ രക്ഷപ്പെടുത്തണേ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭർത്താവ് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി വിഷമിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ലേ അല്ലാഹുവേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവല്ലേ റഹ്മാനെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ വരുത്തല്ലേ മരിക്കുന്ന സമയം എപ്പോഴാണെന്നറിയില്ല മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിഫാ പ്രദാനിക്കണേ അല്ലാഹുവേ പടച്ചവനെ പലരുടെയും പല ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്നും കുത്തിയെടുത്തിട്ട് റഹ്മാനെ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ് അനുകൂലമായ റിസൾട്ട് തരണേ പലരും ഓപ്പറേഷന് വിധേയമാകുന്നവരാണ് ഡേറ്റ് നിശ്ചയിച്ചവരാണ് അല്ലാഹുവേ അത് നീ സക്സസ് ആക്കി കൊടുക്കണേ പലരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ് അവർക്കും ഞങ്ങൾക്കും രോഗശമനം നൽകണേ അല്ലാഹുവേ പടച്ചവനെ ഓരോ മുഅ്മിനീങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ പറയുന്നുണ്ടോ പ്രയാസങ്ങൾ പറയുന്നുണ്ടോ കടങ്ങൾ മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട് വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ പടച്ചവനെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് റഹ്മാനെ പടച്ചവനെ അങ്ങനെ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രയാസത്തിലാണ് എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ സ്വാലിഹാത്തുകളാക്കണേ വഴിപിഴച്ചു
പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. നല്ല ഭാവി അവർക്ക് കൊടുക്കണേ അല്ലാ. പരീക്ഷകൾ നല്ലതുപോലെ എഴുതാനും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും അവർക്ക് നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജോലി അന്വേഷിച്ചു പോകുന്ന ഞങ്ങളുടെ മക്കൾ അവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, അല്ലാഹുവേ പടച്ചവൻ അവരുടെയൊക്കെ ജോലികളിൽ പ്രവാസികൾ ഒരുപാട് പേർ ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവരാണ്. അവരൊക്കെ പലരും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും അവരുടെ ജോലികളിൽ എളുപ്പവും സന്തോഷവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ മാറ്റണേ അല്ലാ. കുടുംബത്തിൽ ഒരുപാട് 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 പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്, എല്ലാം മാറ്റി സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഉള്ളത് പുണ്യമായ ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസം അല്ലാഹുവേ നിന്റെ മുത്ത് ഹബീബിന്റെ മാസമാണല്ലോ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ആ മുത്ത് ഹബീബിനെ ആ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ആ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും വരാനിരിക്കുന്ന പുണ്യമായ ദിവസങ്ങളെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് ഒരുപാട് 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 പുണ്യങ്ങൾ കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. കഴിഞ്ഞുപോയ റജബിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ. വരുന്ന റമളാൻ, ആ റമളാൻ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഒരുപാട് 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 സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് പല വിധത്തിൽ ദുആ വസിയത്ത് പല കാര്യങ്ങൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആ വസിയത്തുകളിൽ കമന്റുകളിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ കടങ്ങളെ തൊട്ടുമുള്ള കാവൽ നൽകണേ അല്ലാ. കടക്കാർക്ക് റബ്ബേ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടങ്ങൾ വീട്ടാൻ ഞങ്ങൾക്ക് നീ വേഗത്തിൽ തൗഫീക്ക് തരണേ അല്ലാ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയിൽ ബറക്കത്തില്ലാതെ ഖൈറില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും നീ സലാമത്തും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, നിലവിൽ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജിന് പോവാൻ ഭാഗ്യം കിട്ടിയവർ റഹ്മാനെ എല്ലാവർക്കും നീ ഖൈറും അവരുടെ യാത്രകളിൽ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് കാണുന്ന ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗവും ഉമ്മമാരാണ്, സഹോദരിമാരാണ്, സ്ത്രീകളാണ്. റബ്ബേ, അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. അല്ലാഹുവേ അവരുടെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകളും രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ റാഹത്തും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ സഹോദരന്മാര്, അവരുടെ ജോലികളിൽ തൊഴിലുകളിൽ നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിൽ എല്ലാത്തിലും നീ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക.
ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചോദിച്ച ദുആകൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.